ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മഞ്ജൂസ് മാത്സ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഒരു PYQ ചെയ്ത് നോക്കിയാലോ. നമ്മുടെ ചോദ്യം ഇതാണ്: ഇഫ് 17th August 1998 വാസ് മൺഡേ, വാട്ട് വാസ് ദ ഡേ ഓഫ് ദ വീക്ക് ഓൺ 12th August 1994? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ സൺഡേ, ഓപ്ഷൻ ബി വെനസ്ഡേ, ഓപ്ഷൻ സി ട്യൂസ്ഡേ, ഓപ്ഷൻ ഡി ഫ്രൈഡേ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? 17-ാം തീയതി, അതായത് 1998 ഓഗസ്റ്റ് 17-ാം തീയതി മൺഡേ ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് 1994 ഓഗസ്റ്റ് 12-ാം തീയതി ഏത് ദിവസമാണെന്നാണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഇവിടെ നോക്കൂ, 98 തന്നിരിക്കുന്നത്, നമുക്ക് കാണേണ്ടത് 94, അതായത് പുറകിലോട്ട് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിലാദ്യം ചെയ്യാനുള്ളത് 98-നും 94-നും ഇടയ്ക്ക് എത്ര വർഷങ്ങളുണ്ട്? ടോട്ടൽ 4 വർഷങ്ങളുണ്ട്. ഓക്കെ, ഇനി ഇതിൽ എത്ര ലീപ്പ് ഇയേഴ്സ് ഉണ്ട്, എത്ര ഓർഡിനറി ഇയേഴ്സ് ഉണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. നമുക്കറിയാം ലീപ്പ് ഇയർ എന്ന് പറയുന്നത് 1996 ആണ്. അതായത് ലീപ്പ് ഇയർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ലീപ്പ് ഇയർ കാണാനായിട്ട് തന്നിരിക്കുന്ന ആ ഒരു വർഷത്തിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് നിശേഷം ഹരിക്കാൻ പറ്റുന്നുണ്ടോ, അതായത് ശിഷ്ടം 0 വരുന്നുണ്ടോ എന്നുള്ളത് മാത്രം ചെക്ക് ചെയ്താൽ മതി. അപ്പം 4ൻ്റെ ഡിവിസിബിലിറ്റി റൂളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു വലിയൊരു സംഖ്യേനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ആ സംഖ്യയുടെ ലാസ്റ്റ് 2 ഡിജിറ്റ് 4ൻ്റെ മൾട്ടിപ്പിളാണോ, അല്ലെങ്കിൽ 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്താൽ മതി. ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ ഈ സംഖ്യേനെയാണ് നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. അതിന് പകരം എന്ത് ചെയ്താൽ മതി? ഈ ലാസ്റ്റ് 2 ഡിജിറ്റ് മാത്രം 4 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്നുള്ളത് നോക്കിയാൽ മതി. നമുക്ക് ചെക്ക് ചെയ്യാലോ. 96നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുകയാണ്. ശിഷ്ടം 0 വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. 2 തവണ പോവും. 4 2 8, ബാലൻസ് 1, 6 ഇറക്കിയിട്ടു, 4 പോവും, 4 4 16. അപ്പോൾ ശിഷ്ടം എന്ന് പറയുന്നത് 0 എന്ന് കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ 1996 എന്ന് പറയുന്നത് ഒരു ലീപ്പ് ഇയർ ആണ് എന്ന് പറയാൻ പറ്റും. ലീപ്പ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിവർഷം, അതായത് 366 ഡേയ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ഇത്രയും 4 വർഷത്തിൽ ഒരു ഇയർ ലീപ്പ് ഇയർ ആണ് കിട്ടി. ഇനി ബാക്കി എത്ര വർഷങ്ങളുണ്ട്? 4-ൽ നിന്നും 1 പോയി കഴിഞ്ഞാൽ 3 വർഷങ്ങൾ ബാക്കിയുണ്ട്. ആ 3 വർഷങ്ങൾ എന്താണ്? ഓർഡിനറി ഇയേഴ്സാണ്, സാധാരണ വർഷങ്ങളാണ്. ഓക്കെ, ഇനി നമുക്കറിയാം ഒരു ലീപ്പ് ഇയറിൽ നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. അതുപോലെ തന്നെ ഒരു നോർമൽ ഇയർ, അതായത് ഒരു ഓർഡിനറി ഇയർ ആണെങ്കിൽ അതിലെ നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത് 1 ആണ്. ഇവിടെ ടോട്ടൽ 3 വർഷം ഉള്ളത് കൊണ്ട് ആകെ ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത് 3 എണ്ണമായിരിക്കും. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര ഓഡ് ഡേയ്സ് കിട്ടി? 3 + 2, 5 ഓഡ് ഡേയ്സ് എന്ന് കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് കാണേണ്ടത് എന്താണ്? 17 ഓഗസ്റ്റ് തന്നിട്ടുണ്ട്, കാണേണ്ടത് 12 ഓഗസ്റ്റ് ആണ് കാണേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് കാണേണ്ടത് ഈ 12-ാം തീയതിക്കും 17-ാം തീയതിക്കും ഇടയിൽ എത്ര ദിവസങ്ങളുണ്ടെന്ന് അറിയണം. അപ്പോൾ 12-ൽ നിന്നും 17 മൈനസ് ചെയ്യുമ്പോൾ ഇവയ്ക്കിടയിൽ എന്ന് പറയുന്നത് 5 ദിവസങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര ഓഡ് ഡേയ്സ് ആയി? നേരത്തെ 5 ഓഡ് ഡേയ്സ് കിട്ടി, ഇവിടെയും 5 ഓഡ് ഡേയ്സ് ഉണ്ട്. ടോട്ടൽ 5 + 5 = 10 ഓഡ് ഡേയ്സ് നമുക്ക് കിട്ടി. ഓക്കെ, ഈ 10നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? 10 7-നേക്കാളും വലുതാണ്, അതുകൊണ്ട് 10നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയത് ആകെ ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത് ലാസ്റ്റ് എന്ത് കിട്ടി? 3 ഓഡ് ഡേയ്സ് ആണ് ഉള്ളതെന്ന് കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? ഏത് ദിവസമാണെന്ന് കാണണം. അപ്പോൾ ഓഡ് ഡേയ്സ് 3 എന്ന് നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? ഈ തന്നിരിക്കുന്ന ദിവസം, അതായത് മൺഡേയിൽ നിന്നും 3 മൈനസ് ചെയ്താൽ മതി. നമുക്ക് ആവശ്യമുള്ള ആ ദിവസം ഏതാണെന്ന് കിട്ടും. അപ്പോൾ മൺഡേയിൽ നിന്നും എത്ര കുറയ്ക്കണം? ലാസ്റ്റ് കിട്ടിയ, അതായത് ഫൈനൽ ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത് 3 ആണ്. ആ മൺഡേയിൽ നിന്നും 3 മൈനസ് ചെയ്യുന്നു. 3 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? 1 മൈനസ് ചെയ്യുമ്പോൾ സൺഡേ കിട്ടും, 1 കൂടി മൈനസ് ചെയ്യുമ്പോൾ സാറ്റർഡേ കിട്ടും, വീണ്ടും മൈനസ് ചെയ്യുമ്പോൾ ഫ്രൈഡേ എന്ന് കിട്ടും. അതായത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഫ്രൈഡേ ആണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കണ്ടിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക.
അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് എക്സാമിന് വരാൻ വളരെയധികം സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ്. PSC ചോദിച്ച ക്വസ്റ്റ്യൻസാണ്. അതുകൊണ്ട് തന്നെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം ചെയ്തു പോകാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്